അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കടാതിയിൽ ശുദ്ധജല വിതരണ പൈപ്പ് തകർന്ന ജനങ്ങൾ ദുരിതത്തിൽ. കടാതി സംഗമംപടിയിലാണ് 3 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ മൂവാറ്റുപുഴ കടാതിയിൽ ശുദ്ധജല പൈപ്പ് പൊട്ടി കുടിവെള്ളം മുടങ്ങിയതോടെ ജനങ്ങൾ ദുരിതത്തിൽ. മൂവാറ്റുപുഴ കടാതി സംഗമംപടിയിലാണ് കഴിഞ്ഞ 3 ദിവസമായി കുടിവെള്ളം മുടങ്ങിയത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. കുരിയമല പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്നത് ഈ പൈപ്പ് വെള്ളത്തിനെയാണ്. 3 ദിവസമായി വെള്ളം മുടങ്ങിയതോടെ പ്രദേശത്തെ പല വ്യാപാര സ്ഥാപനങ്ങളും ഹോട്ടലുകളും അടക്കം അടഞ്ഞുകിടക്കുകയാണ്. പൈപ്പുകൾ കടന്നുപോകുന്ന സ്ഥലത്ത് യാതൊരുവിധ മുന്നറിയിപ്പും നൽകാതെയാണ് കാന നിർമ്മാണം ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് കുടിവെള്ള പൈപ്പ് പൊട്ടുകയായിരുന്നു. പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ മുൻകരുതൽ സ്വീകരിക്കാമായിരുന്നുവെന്നും 3 ദിവസമായി കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടെന്നും പ്രദേശവാസി പറഞ്ഞു. ഇവിടെ ഒരു ദിവസം രാവിലെ ആയപ്പോൾ ഇവിടെ കുഴിയാണ് കാണുന്നത്. അപ്പുറത്ത് ഞങ്ങൾക്ക് വെള്ളം ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് വെള്ളം പോലും ഇല്ല ഇവിടെ. ഞങ്ങൾക്ക് 3 ദിവസമായി കുടിക്കാൻ വെള്ളമില്ല, പാചകം ചെയ്യാൻ വെള്ളമില്ല. പിള്ളേർക്ക് ബാത്റൂമിൽ പോയി അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണം. ഡെയിലി പഠിക്കാൻ പോണ പിള്ളേർ അവരുടെ ഡ്രസ്സ് കഴുകി കൊടുക്കണ്ടേ, ബാത്റൂമിൽ പോകണ്ടേ. ഞങ്ങൾക്ക് പാചകം ചെയ്ത് വെള്ളം വേണ്ടേ കുടിക്കാൻ. ഇത് അങ്ങോട്ട് നോക്കാം. ഞങ്ങൾ 3 ദിവസമായി ഞങ്ങൾക്ക് വെള്ളമില്ല ഇവിടെ. എന്നാ ചെയ്യേണ്ടത്? ഇവിടെ ഞങ്ങൾ ഇവിടെ പ്രതിരോധിക്കാനുള്ള പരിപാടി തന്നെയാണ്. മുന്നറിയിപ്പൊന്നും തന്നിട്ടില്ല ഞങ്ങൾക്ക്. ഒരു ദിവസം രാത്രി വന്നാണ് പെട്ടെന്ന് മാന്തി. രാവിലെ നേരം വെളുക്കുമ്പോ ഈ ഓട നിറച്ച് വെള്ളം. ഞങ്ങൾക്ക് വെള്ളം കിട്ടണ്ട. പറഞ്ഞായിരുന്നെങ്കിൽ ഞങ്ങൾ വെള്ളമൊന്നും കുടിക്കാനുള്ള എടുത്തു വെച്ചേനാ. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിരോധിക്കാനുള്ള ഇത് തന്നെയാണ്. ജനങ്ങളുടെ പ്രതിരോധം ശക്തമായതോടെ ജനപ്രതിനിധികൾ അടക്കം രംഗത്തെത്തി. നിർമ്മാണം നടത്തുന്ന കമ്പനി അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും കൃത്യമായ പരിഹാരം ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്നും നഗരസഭാ കൗൺസിലർ അമൽ ബാബു പറഞ്ഞു. ഇവിടുത്തെ പൈപ്പ് വെള്ളം വരാതായിട്ട് ഒരാഴ്ചക്കാലമായി കുരിയമല കടാതി പ്രദേശം വെള്ളം വരാതായിട്ട് അതിന്റെ ലീക്ക് കഴിഞ്ഞ ആഴ്ചകളാണ് വാട്ടർ അതോറിറ്റി പരിഹരിച്ചത്. ഈ 2 ദിവസമായിട്ട് വെള്ളം വരാൻ തുടങ്ങിയതായുള്ളൂ. ഇപ്പോൾ അതേ റോഡ് പണിയുടെ പേരിൽ പലയിടങ്ങളിൽ സംഗമം, കടാതി, ഇവിടെ പല പ്രദേശങ്ങളിലും അവർ റോഡ് പണിയുടെ പേരിൽ പൈപ്പ് പൊട്ടിച്ചിരിക്കുന്നു. അവരോട് ഇന്ന് വന്ന് ചോദിച്ചപ്പോൾ അവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് അവരെ തിരിച്ചുള്ള പെരുമാറ്റം. അവരോട് പോയി പറ, ആരെ കൂടെ അവരുടെ ഓഫീസിൽ പോയി പറ, പലയിടങ്ങളിൽ പോയി പറയാൻ എന്നാണ് അവരെ നമ്മളൊരു കൗൺസിലർ രീതിയിൽ ഒരു ജനപ്രതിനിധി എൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പൊ ജനങ്ങളുടെ അടുത്ത് എങ്ങനെയായിരിക്കും? ഇവിടെ നമുക്ക് തിരിച്ച് പുറകോട്ട് നോക്കി കാണാൻ പറ്റും. ഇവിടെ ഹോട്ടലുകളടക്കം പലയിടങ്ങളിലും ചെറിയ കടകളടക്കം പല ഇടങ്ങളിലും അടഞ്ഞിടക്കാണ് വെള്ളമില്ലാത്ത കാരണം. അവരോട് പറഞ്ഞു, നിങ്ങൾ പൈപ്പ് നന്നാക്കിയിട്ട് നിങ്ങൾ റോഡ് പണി ഇറക്കാം. അവർക്ക് ഇന്ന അടിയിൽ കുഴിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ നന്നാക്കാൻ ഞങ്ങളുടെ വേറെ ആളെ നന്നാക്കണേ, നൈറ്റിൽ വേറെ ആളെ വർക്ക് ചെയ്യണേ. അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. ഞാനിപ്പോ MLA-നെ, ചെയർമാനെ ഒക്കെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട്. MLA ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. പ്രദേശവാസികളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും വാർഡ് കൗൺസിലർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.